പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ അലോസരപ്പെടുന്ന ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുവെന്ന് മാത്രമല്ല, യുദ്ധം അതിൻ്റെ ഏറ്റവും വിനാശകരമായ തലത്തിലേക്ക് വ്യാപിക്കുന്നു. ലെബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അതിർത്തി കടന്ന സൈന്യം ലെബനിനുള്ളിലേക്ക് കടന്നുവെന്നും വാർത്തയുണ്ട്. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമെന്ന് ഇസ്രായേൽ പറയുമ്പോഴും യുദ്ധം കൊടുമ്പിരിക്കൊള്ളാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. പ്രതിരോധ സേനയാണ് ഈ റെസ്ട്രിക്റ്റഡ് വാർ എന്ന് പറയുന്നത്. ഇറാൻ തിരിച്ചടിക്കും എന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ എത്തുമെന്ന് പെൻറ്റഗണും വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ അപകടകരമായ ഒരു സാഹചര്യം ഈ പശ്ചിമേഷ്യയിൽ വരികയാണ്. ഈ യഥാർത്ഥത്തിൽ ഈ ശീത സമരത്തെയൊക്കെ ഉറപ്പെടുന്ന രീതിയിൽ രാജ്യങ്ങൾ രണ്ട് കുടക്കീഴിൽ കയറുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണോ എന്ന് അറിയില്ല. മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരും. അതേപോലെ പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അമേരിക്കയിലേക്ക് മധു കൊട്ടാരക്കര. മധു, ഗുഡ് മോർണിംഗ്. ആൻഡ് പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ പെൻറ്റഗണിൻ്റെ ഒരു നീക്കം ഈ യുദ്ധത്തിൽ കാര്യമായി ഇടപെടുക എന്ന് പറഞ്ഞാൽ റഷ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ചൈനയും അതേപോലെ തന്നെ. അപ്പോൾ ഈ രാജ്യാന്തര തലത്തിലേക്ക് യുദ്ധം പടരാനുള്ള ഒരു സാഹചര്യം പശ്ചിമേഷ്യ സൃഷ്ടിക്കുമോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് ജെയിംസ് സാർ. എസ് കെ എൻ പറഞ്ഞതുപോലെ ഈ പശ്ചിമേഷ്യയിലെ വിഷയം അത് വലിയ തോതിൽ വ്യാപിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിൽ അമേരിക്ക അത്തരം ചില ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിർത്തി കടന്ന് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനുള്ളിൽ എത്തിക്കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഈ പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ കരയുദ്ധത്തിലൂടെ തകർക്കുകയാണെന്നാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. അതേസമയം ഈ ഇസ്രായേലിന്റെ നീക്കം പ്രതിരോധിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഹിസ്ബുള്ള കേന്ദ്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം ഒരു പ്രത്യേക ഏരിയ ക്ലോസ്ഡ് മിലിറ്ററി സോണായി പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ റോക്കറ്റുകളുടെയും അതുപോലെ ഹെലികോപ്റ്ററിന്റെയൊക്കെ ശബ്ദം കേൾക്കാമെന്ന് ഇവിടെ നിന്നുള്ള ആൾക്കാർ പറയുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ഭീഷണി ഉയർത്തുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഈ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. വ്യോമസേനയുടെ സഹായത്തോടെ ആയിരിക്കും ഈ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ടുള്ള സൈനിക നീക്കമായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ 24 മണിക്കൂറിനുള്ളിൽ ബെയ്റൂട്ടിൽ തെക്കൻ ലെബനനുള്ളിൽ ഏതാണ്ട് 95 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിനെ കരയിൽ നേരിടാൻ തങ്ങളുടെ സേന തയ്യാറായി കഴിഞ്ഞതായിട്ട് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ലീഡർ നയിം കൊസും പരസ്യമായിട്ടൊരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ നേതാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഇത്തരം ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ക്യാബിനറ്റ് കൂടിയിരുന്നു. ഈ കരയുദ്ധത്തിനുള്ള രൂപരേഖ അവതരിപ്പിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇതിനു മുന്നോടിയായി തെക്കൻ ലെബനനിലെ ചില ടാർഗറ്റഡ് കേന്ദ്രങ്ങളിൽ ഈ ഇസ്രായേൽ സേനയുടെ വകയായിട്ട് ചില റെയ്ഡുകളും നടന്നിരുന്നു. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ലയെ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ അമേരിക്കയെ അറിയിക്കാതെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കിടക്കുന്നത് കൊണ്ട് ഈ കരയുദ്ധം ആരംഭിക്കുന്ന കാര്യം ഇസ്രായേൽ അറിയിച്ചതായിട്ട് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുമോ എന്നൊരു ആശങ്ക നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ US സേനയെ അയക്കുകയാണെന്ന് ഇന്ന് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് പറഞ്ഞു. എസ് കെ ഇപ്പോൾ 40,000-ഓളം സൈനികരാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ളത്. ഇപ്പോൾ അതോടൊപ്പമാണ് കുറെ സൈനികരെ കൂടെ അയക്കുന്നത്. ഈ സൈനികർക്കൊപ്പം F-15, F-16, F-22 അതുപോലെ A-10 യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് അയക്കുമെന്നാണ് പെന്റഗൺ പറയുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ലെബനിൽ കരയുദ്ധം തുടങ്ങിയെന്ന ഏറ്റവും അപകടകരമായ ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടി വരുന്നത്.